ഭാരം വിതറിയ കണക്കെയുള്ള മലനിരകൾ, മരങ്ങൾക്കും ചെടികൾക്കും മീതെ സ്ഫടികത്തിന്റെ ആവരണം, എല്ലാറ്റിനുമുപരി ശരീരം കോച്ചുന്ന തണുപ്പ്. തെക്കിന്റെ കാശ്മീരായ മൂന്നാർ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. പച്ച പുതച്ച മലനിരകൾക്കുമീതെ മഞ്ഞുമൂടിയതോടെ നിരവധി പേരാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. ടൗണിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള കന്നിമലയിലെ പുൽമൈതാനങ്ങളിലേക്ക് മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എത്തിയത് 1,00,000-ഓളം സഞ്ചാരികളാണ്. ഏറ്റവും കൂടുതൽ തണുപ്പ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴും. കാര്യം ഇതുപോലെ മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിശൈത്യം ശക്തമായി അനുഭവപ്പെടുന്ന അതിരാവിലെയാണ് സഞ്ചാരികളുടെ തിരക്കും കൂടുന്നത്. പണിമുടക്ക് ദിവസങ്ങളിലായിരുന്നു സഞ്ചാരികളിലേറെയും എത്തിയത്. സമീപകാലത്തെ ഏറ്റവും ശക്തമായ തണുപ്പാണ് ഇത്തവണ മൂന്നാറിൽ അനുഭവപ്പെട്ടത്. താപനില -4 ഡിഗ്രി വരെ എത്തി. കന്നിമല, നല്ലതണ്ണി, മൂന്നാർ, സെവൻമല തുടങ്ങിയ സ്ഥലങ്ങളിൽ -2 ഡിഗ്രി വരെ എത്തിയിരുന്നു തണുപ്പ്. പ്രളയത്തിന്റെ തീവ്രതയിൽ കനത്ത ആഘാതമേറ്റ മൂന്നാർ മഞ്ഞിന്റെ തണുപ്പിലൂടെ വീണ്ടും വിനോദസഞ്ചാര മേഖലയിലേക്ക് ഉണരുകയാണ്. 24 ഇടുക്കി. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.